വീഡിയോ കോളിലൂടെ ഒരു കല്യാണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ അതാ ഇതുപോലൊരു നിക്കാഹ് കാണുന്നത്. കൂട്ടുകാരുടെ അതേപോലെ കൂടെ പഠിച്ചവരുടെ കുടുംബക്കാരുടെയൊക്കെ നിക്കാഹിന് കൂടുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ് അല്ലേ. ചെറുപ്പത്തിൽ തന്നെ പ്രവാസി ആയതുകൊണ്ടാവാം ഇത് വല്ലാത്ത മിസ്സിങ് നമ്മളുടെ മനസ്സിലുണ്ടാവാറുണ്ട് കേട്ടോ ഒരുപാട് പേരുടെ കല്യാണം നടക്കുമ്പോൾ. ഇനി നമുക്ക് മണവാളനെ പരിചയപ്പെട്ടാലോ. ഇതാണ് നമ്മളുടെ സ്വന്തം സൈഫുൽ, ബംഗ്ലാദേശിയാണ് കേട്ടോ. നാട്ടിലേക്ക് പോകാൻ ലീവ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതാ ഇതുപോലെ മൊബൈലിൽ ഇരുന്ന് നിക്കാഹ് ചെയ്യേണ്ട അവസ്ഥയാണ് പാവം ചെക്കന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരിക്കുന്നു അല്ലേ. പക്ഷേ അവൻ്റെ വീട്ടുകാരില്ല, അവൻ്റെ നാട്ടുകാരില്ല, അവൻ്റെ കുടുംബക്കാരില്ല, ആരുമില്ലാതെ അവനിതാ ഈ പ്രവാസ ലോകത്ത് പ്രവാസത്തിലുള്ള കുറച്ച് ചങ്കുകളെ മാത്രം കൂട്ടിയിട്ട് ഇതാ ഇതുപോലെ മൊബൈലിലിരുന്ന് നിക്കാഹ് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള ഫീലിംഗ് എന്തായിരിക്കും. പെണ്ണിൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതെൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. ചെറുക്കൻ മാത്രം ഇവിടെ, പെണ്ണും ചെറുക്കൻ്റെ കൂട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ നാട്ടിലല്ലേ. ഇതാ ഇതുപോലെ വീഡിയോ കോളിലൊരു നിക്കാഹ്. സംഭവം എന്തായാലും എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ചെറുക്കന് നല്ല ഷാദി മുബാറക്കും നേർന്നുകൊണ്ട് നമ്മളിതാ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഈ ബംഗാളി ബിരിയാണി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലെ പാലക്കാട് ഭാഗത്തൊരു ബിരിയാണി കിട്ടും, ചോറും അതേപോലെ തന്നെ ബീഫൊക്കെ പാടിട്ട് കുഴച്ചിട്ട് ഒരു മഞ്ഞച്ചോറ് പോലത്തെ ഒരു ചോറ് അല്ലേ, അതുപോലത്തെ ബിരിയാണി ആയിരുന്നു. സംഭവം എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് തിന്നും ചെയ്തു കേട്ടോ. എന്തായാലും ഇതുപോലുള്ള വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.